ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രെൻഡി ടെയിൽസ്. അപ്പം ഇന്നൊരു ഷിഫ്റ്റിംഗ് വ്ളോഗാണ്. ഞാൻ 1.5 വർഷമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു ഇത്. പക്ഷേ നമുക്ക് ചില കാരണങ്ങളാൽ ഇപ്പം വീട് ഒഴിവാക്കി വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പം എനിക്ക് ശരിക്കും ഈ വീട് നല്ലപോലെ മിസ് ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ്. റൂംമേറ്റ്സ് ഒക്കെ നാട്ടിൽ പോയതാണ്. അപ്പം ഞാൻ ആ ടൈമിൽ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാം. അപ്പം നമുക്ക് എൻ്റെ പാക്കിങ്ങിലേക്ക് കിടക്കാം. എനിക്ക് കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിക്കാമെന്നുള്ള കാര്യം സത്യമായ കൺഫ്യൂഷനാണ്. പിന്നെ നാളെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. എനിക്ക് ഷിഫ്റ്റിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ ഇടാൻ എൻ്റെ അടുത്ത് ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള കവറൊക്കെ യൂസ് ചെയ്ത് അതിലേക്ക് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാനാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഫാൻസി ഐറ്റംസും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തു. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ കണ്ടു തന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ ഇത്. ഇടയ്ക്ക് നമ്മൾ ലുഡോ ഒക്കെ കളിക്കാറുണ്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത്. അപ്പം ലുഡോൻ്റെ ബോർഡൊക്കെ ഉണ്ട് എൻ്റെ. എറണാകുളത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വേണ്ട ഒരു സംഭവമാണ്. കാരണം കൊതുശല്യം നല്ലോണം ഉള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല സ്ലീപ്പിന് വേണമെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്യണം. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുന്നൊക്കെ ശീലമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹവായി സ്റ്റോറിൻ്റെ ബുക്കാണ്. ഇത് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഹവായി സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതെൻ്റെ ബാംഗിൾസ് കളക്ഷനാണ് കേട്ടോ. ഞാൻ കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ള ബാംഗിൾസ് ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൽ തന്നെ ഒക്കെ അടച്ച് വെച്ച് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതാരെ കാർഡാണെന്ന് അറിയാം ഗൈസ്. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പോപ്പി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം പോപ്പീൻ്റെ കാർഡ് എനിക്ക് തന്നതാണ്. നമ്മൾ വർക്കിനൊക്കെ പോകുമ്പം കൊടുക്കാനും ആരെങ്കിലും ചോദിച്ചാലൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പോപ്പി തന്നിട്ടുള്ളതാണ്. ഇതെന്താണെന്ന് അറിയാം ഗൈസ്, ഇതെൻ്റെ ഐഷൂമ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മൾ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് അത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവൾ തന്നതാണ്. എൻ്റെ പഴയ റൂംമേറ്റ് ആയിരുന്നു എൻ്റെ ഐഷുമ. അപ്പോൾ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് ഞാൻ രാവിലെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെ കബോർഡ്സ് ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാം. ഇതാണ് നമ്മളെ കിച്ചണിൽ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. ഇതായിരുന്നു നമ്മളെ ഇവിടുത്തെ കിച്ചൺ. അപ്പം ഞാനിവിടെ ഒഴിവാക്കി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും എല്ലാ രാത്രിയും ഞാൻ ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ നാളെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഹൗസ് ഓണർ നമ്മളെ ഏൽപ്പിച്ച പോലെ തന്നെ നമ്മൾ തിരിച്ചേൽപ്പിക്കണ്ടേ. അപ്പം ഞാൻ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ ഒരു ബെഡ്റൂം ആയിരുന്നു. അപ്പം ഇവിടെ കർട്ടൻസും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബെഡൊക്കെ എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇത് ഹനുവിൻ്റെ പെട്ടികളാണ്. അപ്പോൾ അവൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ് ഇവിടെ. ഇത് നമ്മളെ നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഞാൻ ഇവിടെയാണ് കിടക്കാറുള്ളത്. ഞാനും അനു മിക്കപ്പോഴും ഇവിടെയാണ് കിടക്കാറുള്ളത്. അപ്പം ഞാൻ ഇവിടെ നിലത്ത് ബെഡ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സിസ്റ്റവും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഒരു മിററാണ് കേട്ടോ. ഈ ഒരു മിറർ ഇവിടെ ഉള്ളതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിററായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു മിററായിരുന്നു. അപ്പം ഇതെന്തായാലും മിസ് ചെയ്യും. ഞാൻ മിക്കപ്പോഴും ഈ ഒരു ഹാളിലാണ് കേട്ടോ ടൈം ചിലവഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ നല്ല വെളിച്ചുള്ള ഏരിയാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഇവിടെ. അങ്ങനെ ഫൈനലി നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീടൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മളെ ഹൗസ് ഓണറൊക്കെ തിരികെ ഏൽപ്പിക്കുകയാണ്. ഞാൻ വളരെ സങ്കടത്തോടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം മറക്കണ്ട, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ ഫ്രം ട്രെൻഡി ടെയിൽസ്.